നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ താപനില ഉയർന്നു തന്നെ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 12 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകൾക്കാണ് അലേർട്ട് നൽകിയിരിക്കുന്നത്. അൾട്രാവയലറ്റ് ഇൻഡെക്സ് തുടരുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. പാലക്കാട് ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയത്ത് 38 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കൂടാതെ സംസ്ഥാനത്തെ ഉയർന്ന അൾട്രാവയലറ്റ് ഇൻഡെക്സ് കാരണത്താൽ സൂര്യാഘാതം, സൂര്യതാപം പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. പാറശാല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് വ്യാപക പ്രതിഷേധം. പാറശാലയിൽ അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത താലൂക്ക് ആശുപത്രിയിലാണ് സംഭവം. കുഴഞ്ഞു വീണ അമ്പൂരി സ്വദേശി സന്തോഷിനെ ആശുപത്രിയിലെത്തിച്ചപ്പോൾ ഓക്സിജൻ നൽകാൻ പോലും ജീവനക്കാർ ഉണ്ടായിരുന്നില്ല എന്നാണ് ആരോപണം. ആശുപത്രിക്ക് മുന്നിൽ സന്തോഷിന്റെ സഹപ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. ജോലിക്കിടെ കുഴഞ്ഞു വീണ സന്തോഷിനെ വൈകിട്ട് 5 മണിയോടെയാണ് സഹപ്രവർത്തകർ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ഈ സമയം കാഷ്വാലിറ്റിയിൽ മതിയായ ഡോക്ടർമാരോ നഴ്സുമാരോ ഉണ്ടായിരുന്നില്ല. ആശുപത്രിയിൽ നിന്നും വെറും 100 മീറ്റർ അകലെയാണ് സന്തോഷ് KSEB താൽക്കാലിക ജീവനക്കാരനായി ജോലി ചെയ്തിരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്തിടെ 46 കോടി രൂപ ചിലവിൽ നവീകരിച്ച് ഉദ്ഘാടനം ചെയ്ത ആശുപത്രിയിലാണ് ഈ ദുരവസ്ഥ എന്നത് പ്രതിഷേധത്തിന്റെ ആക്കം കൂട്ടി. ഹൈടെക് സൗകര്യങ്ങളുണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും ജീവൻ രക്ഷിക്കാനുള്ള പ്രാഥമിക സംവിധാനങ്ങൾ പോലും പ്രവർത്തനക്ഷമമല്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. വൈഷ്ണവിയാണ് സന്തോഷ് കുമാറിന്റെ ഭാര്യ. മകൻ ഹൈന്ദവ്. അത്യാസന്ന നിലയിൽ കൊണ്ടുവന്ന രോഗിക്ക് ആവശ്യമായ CPR ഉൾപ്പെടെ പ്രാഥമിക ചികിത്സ നൽകിയതാണെന്നും കേന്ദ്രീകൃത ഓക്സിജൻ വിതരണ സംവിധാനം ഉള്ളതിനാൽ സിലിണ്ടർ ഉപയോഗിക്കാറില്ലെന്നും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സജന അറിയിച്ചു. ജാതി അധിക്ഷേപത്തെ തുടർന്ന് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണ വിധേയനായ അനാട്ടമി വിഭാഗം പ്രൊഫസർ MK റാമിനെ കോളേജിൽ നിന്നും പുറത്താക്കി. റാമിനെ പുറത്താക്കുമെന്ന് മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. റാമിനെതിരെ കൂടുതൽ വിദ്യാർത്ഥികൾ ആരോപണവുമായി രംഗത്തെത്തിയ സാഹചര്യത്തിലാണ് നടപടി. കോളേജിലെ 300ഓളം വിദ്യാർത്ഥികളാണ് മൊഴി നൽകിയത്. റാമിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇതിന് പിന്നാലെ ഒളിവിൽ കഴിയുകയാണ് ഇയാൾ. ഉത്തരവാദികളായ അധ്യാപകരെ എല്ലാം പുറത്താക്കണമെന്ന് വിദ്യാർത്ഥികൾ. അഞ്ചരക്കണ്ടി കോളേജിലെ അനിശ്ചിതകാല സമരം തുടരുകയാണ്. ഇന്നും വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം നടക്കും. കരാട്ടെ പരിശീലനത്തിനിടെ കുഴഞ്ഞു വീണ 11 വയസ്സുകാരി മരിച്ചു. വാളകം തെക്കേ അമ്പലക്കര പുത്തൻ വീട്ടിൽ ബിനോയുടെയും സിമിയുടെയും മകൾ അഹാന ബിനോയാണ് മരിച്ചത്. അഞ്ചലിലെ കരാട്ട പരിശീലന കേന്ദ്രത്തിൽ ഇന്നലെ ഉച്ച കഴിഞ്ഞായിരുന്നു സംഭവം. ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. വാളകം കോപ്സ് ഗ്ലോബൽ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കൂട്ടിനെത്തിയ മാതാവും അഹന്ന കുഴഞ്ഞു വീണപ്പോൾ പരിശീലന കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നു. അധികാരം കയ്യെത്തും ദൂരത്തെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള പോരും മുറുകുന്നു. സൈബറിടത്തിലാണ് അണികളുടെ ഏറ്റുമുട്ടൽ. മുതിർന്ന നേതാക്കളുടെ നിഴൽ പറ്റി നിന്ന അണികൾ നടത്തുന്ന പോര് നിയന്ത്രിക്കാൻ നേതൃത്വത്തിനും കഴിയുന്നില്ല. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ പാർട്ടിക്ക് അതിൻ്റെതായ രീതികളുണ്ടെന്നും ഫലം വരുന്നതുവരെ കാത്തിരിക്കണമെന്നും KC വേണുഗോപാൽ ഡൽഹിയിൽ പറഞ്ഞു. ഇപ്പോൾ നടക്കുന്ന ചർച്ചകളെ രമേശ് ചെന്നിത്തലയും തള്ളിപ്പറഞ്ഞു. തർക്കങ്ങളിൽ താൽക്കാലിക ആശ്വാസമായി പരസ്യപ്രതികരണം പാടില്ലെന്ന് KPCC അധ്യക്ഷനും സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അറിയിച്ചു. റിപ്പർ ചന്ദ്രന് വധശിക്ഷ നൽകിയ കേസിലെ നിർണായക ദൃക്സാക്ഷി മരിച്ച നിലയിൽ. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. റിപ്പർ ചന്ദ്രൻ നടത്തിയ ഇരട്ടക്കൊലക്കേസിലെ പ്രധാന ദൃക്സാക്ഷിയായിരുന്ന ബാലചന്ദ്രനെയാണ് സ്വന്തം വീട്ടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാൾക്ക് 53 വയസ്സായിരുന്നു. മഞ്ചേശ്വരം മാമഞ്ചൂർ ചെക്ക് പോസ്റ്റ് ശാസ്താ ക്ഷേത്രത്തിന് സമീപം വീട്ടിലാണ് സംഭവം. 1985 നാടിനെ ഞെട്ടിച്ച വാമഞ്ചൂർ ഇരട്ടക്കൊലപാതക കേസിൽ ബാലചന്ദ്രൻ നൽകിയ മൊഴിയാണ് റിപ്പർ ചന്ദ്രന് വധശിക്ഷ വിധിക്കാൻ നിർണായകമായത്. അന്ന് 13 വയസ്സുകാരനായിരുന്ന ബാലചന്ദ്രൻ സ്വന്തം പിതാവിന്റെയും ജോലിക്കാരനെയും റിപ്പർ ചന്ദ്രൻ കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ ദൃക്സാക്ഷിയായിരുന്നു. 3 ദിവസമായി ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് മംഗളൂരുവിൽ താമസിക്കുന്ന സഹോദരി ശശികല ബുധനാഴ്ച വൈകുന്നേരം വീട്ടിലെത്തി പരിശോധിക്കുമ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. വീട് അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. നീലേശ്വരത്തിന് സമീപത്തെ കരിന്തളം സ്വദേശിയായിരുന്നു റിപ്പർ ചന്ദ്രൻ എന്ന സീരിയൽ കൊലയാളി. സുപ്രീം കോടതിയും രാഷ്ട്രപതിയും ശിക്ഷ ശരിവെച്ചതിനെ തുടർന്ന് 1991 ജൂലൈ 6-ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ചാണ് റിപ്പർ ചന്ദ്രന്റെ വധശിക്ഷ നടപ്പാക്കിയത്. കേരളത്തിലെ അവസാന വധശിക്ഷയായിരുന്നു ഇത്. പ്രശസ്ത ശാസ്ത്രജ്ഞ ഡോക്ടർ ബീന പിള്ള രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഡയറക്ടറായി ചുമതലയേറ്റു. ന്യൂഡൽഹിയിലെ CSIR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജീനോമിക്സ് ആൻഡ് ഇന്റഗ്രേറ്റീവ് ബയോളജിയിലെ ചീഫ് സയന്റിസ്റ്റാണ്. 5 വർഷത്തെ സേവനത്തിന് ശേഷം ഡയറക്ടർ പദവി ഒഴിഞ്ഞ പ്രൊഫസർ ചന്ദ്രഭാസ് നാരായണയുടെ പിൻഗാമിയാണ് ഡോക്ടർ ബീന നിയമിതയാകുന്നത്.
ഐതിഹ്യപ്രസിദ്ധമായ തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ അതിവിശിഷ്ടമായ മാമ്പഴ പുളിശ്ശേരി നിവേദ്യത്തെ ഫേസ്ബുക്കിലൂടെ അപമാനിച്ച മാർക്സിസ്റ്റ് സൈബർ പോരാളികൾ. ഭക്തർ അതീവ ഭക്തിയോടെ കാണുന്ന വഴിപാടിനെ ഗോമൂത്രം തളിച്ചതാണെന്ന രീതിയിൽ പരിഹസിച്ചുകൊണ്ട് ഇട്ട പോസ്റ്റുകൾക്കെതിരെ ഹൈന്ദവ സംഘടനകളും വിശ്വാസികളും വലിയ പ്രതിഷേധത്തിലാണ്. മാമ്പഴ പുളിശ്ശേരി ഭഗവാൻ അർപ്പിച്ചതിന് ശേഷം ഭക്തർക്ക് നൽകുന്നതിനായി പൂജ നടത്തുന്നതിന്റെ ഭാഗമാണ് പൂവിട്ട് തളിക്കുന്നതിന്റെ വീഡിയോ സ്ക്രീൻഷോട്ട് എടുത്ത് ഗോമൂത്രം തളിച്ച് ആളുകളെ പറ്റിക്കുകയാണെന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. വിവാഹവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ മധ്യപ്രദേശിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ തുടർ നടപടികൾ ഭയന്ന് കേരള പോലീസിന്റെ സുരക്ഷ തേടി വൈറൽ താരം. തനിക്ക് പ്രായപൂർത്തിയായെന്നും മധ്യപ്രദേശ് പോലീസിനെ ഉപയോഗിച്ച് തന്നെ ബലമായി നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും ആരോപിച്ചാണ് പെൺകുട്ടി മുഖ്യമന്ത്രിക്കും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയത്. കുംഭമേളയ്ക്കിടെ വൈറലായ പെൺകുട്ടിയും ഫർമാൻ ഖാനും മാർച്ച് 11-നാണ് വിവാഹിതരായത്. കേരളത്തിലെത്തിയ ഇരുവരും പൂവാറിനടുത്ത് അരുമാനൂർ നൈനാർ ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹിതരായത്. പെൺകുട്ടിയുടെ വിവാഹം നടത്തിയതിൽ പഞ്ചായത്തിന് വീഴ്ചയില്ലെന്നാണ് കേരള പോലീസ് പറയുന്നത്. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി സർക്കാർ ഒരുക്കുന്ന ടൗൺഷിപ്പിലെ വീടുകൾ നിർമ്മാണം പൂർത്തിയാക്കി മെയ് 20-നകം കൈമാറണമെന്ന ആവശ്യവുമായി അതിജീവിതർ. ആദ്യഘട്ടത്തിൽ ഫേസ് 1-ൽ നിർമ്മാണം പുരോഗമിക്കുന്ന 178 വീടുകൾ മഴയ്ക്ക് മുൻപേ കൈമാറണമെന്ന ആവശ്യമായാണ് ദുരിതബാധിതർ ജില്ലാ ഭരണകൂടത്തെ സമീപിച്ചത്. ലോജിസ്റ്റിക്സ് പാർക്കുകളുടെ അടക്കം സംരംഭകർക്ക് ഭൂമി ഏറ്റെടുത്ത് നൽകുന്നതിൽ കേരളം മെല്ലെപ്പോക്ക് തുടരവേ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഗുണം നേടിയെടുക്കാൻ അതിവേഗ നടപടികളുമായി തമിഴ്നാട്. സമീപ ജില്ലകളിലായി ഡസനിലേറെ വ്യവസായ പാർക്കുകൾക്കായി ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ഏറ്റെടുത്തും സംരംഭകർക്ക് ഏക്കറിന് 30 ലക്ഷം രൂപ നിരക്കിൽ 99 വർഷത്തേക്ക് ഭൂമി പാട്ടത്തിനും നൽകുന്നു. വിഴിഞ്ഞത്ത് നിക്ഷേപിക്കാൻ എത്തുന്നവരെയാണ് തമിഴ്നാട് ലക്ഷ്യമിടുന്നത്. നാസിക്കിൽ ടാറ്റ കൺസൾട്ടൻസി സർവീസിൽ നിർബന്ധിത മതപരിവർത്തനങ്ങളും ലൈംഗിക പീഡനങ്ങളും സംബന്ധിച്ച അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസി NIA ഏറ്റെടുത്ത് ആരംഭിച്ചു. മഹാരാഷ്ട്ര പോലീസിന്റെ പ്രത്യേക സംഘവും അന്വേഷിക്കുന്നു. പോലീസ് എടുത്ത 9 കേസുകളിലും NIA അന്വേഷണം തുടങ്ങി. രാജ്യവിരുദ്ധ ശക്തികളും മതപരിവർത്തന ശക്തികളും ഇസ്ലാമിസ്റ്റുകളും ഇതിന് പിന്നിലുണ്ടെന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് NIAയുടെ കടന്നുവരവ്. HR മാനേജർ നിദ ഖാൻ ഒളിവിലാണ്. 9 കേസുകളിൽ 9 പേരാണ് അറസ്റ്റിലായത്. ഇവരുടെ തീവ്രവാദ ബന്ധവും വിദേശ ഫണ്ട് ലഭിച്ചോ തുടങ്ങിയ കാര്യങ്ങളുമാണ് NIA പ്രധാനമായും അന്വേഷിക്കുന്നത്. നിദ ഖാന് ചെങ്കോട്ടയിലെ ബോംബ് സ്ഫോടന കേസിലെ പ്രതികളുമായി ബന്ധമുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇതും NIA അന്വേഷിക്കും. തികച്ചും ആസൂത്രിതമായ പദ്ധതി ഇതിന് പിന്നിലുണ്ടെന്നും ഗ്രൂമിംഗ് ഗാങ് ആണ് ഇതിന്റെ നിർവഹണമെന്നും സൂചനയുണ്ട്. ലൈംഗികാരോപണവും നിർബന്ധിത മതപരിവർത്തന റാക്കറ്റും പുറത്തു വന്നതിനെ തുടർന്ന് ഒളിവിൽ കഴിയുന്ന TCS നാസിക് HR മേധാവി നിദ ഖാൻ യഥാർത്ഥത്തിൽ കമ്പനിയിൽ ടെലികോളറായി ജോലി ചെയ്യുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ദേശീയ പതാകയുടെ നിറങ്ങളോടുള്ള ആദരസൂചകമായി ഉദ്ഘാടന റിബൺ മുറിക്കാൻ വിസമ്മതിച്ച് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. ശ്രീനഗറിലെ കാശ്മീർ ഹാറ്റിൽ സംഘടിപ്പിച്ച കരകൗശല പ്രദർശനത്തിലാണ് മുഖ്യമന്ത്രി ഭരണാധികാരി എന്നതിലുപരി ഒരു പൗരന്റെ കടമ ഉയർത്തിപ്പിടിച്ചത്. നോ യുവർ ആർട്ടിസാൻ എന്ന പരിപാടിയുടെ ഉദ്ഘാടനത്തിനായി എത്തിയതായിരുന്നു മുഖ്യമന്ത്രി. എന്നാൽ ഉദ്ഘാടനത്തിനായി കെട്ടിയിരുന്ന റിബൺ ദേശീയ പതാകയുടെ നിറത്തിലുള്ളതാണെന്ന് കണ്ടതോടെ അദ്ദേഹം കത്രിക താഴെ വെച്ചു. കുരുക്ഷേത്രയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി NIT ക്യാമ്പസിൽ വ്യാഴാഴ്ച 2ാം വർഷ BTech വിദ്യാർത്ഥിനിയെ പെൺകുട്ടികളുടെ ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവം പ്രാദേശിക പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനും പ്രാഥമിക അന്വേഷണം ആരംഭിക്കുന്നതിനുമായി അവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭരണകൂടത്തിലെ മുതിർന്ന അംഗങ്ങളോടൊപ്പം സ്ഥലത്തെത്തി. ഈ ഘട്ടത്തിൽ സംശയാസ്പദമായ സാഹചര്യങ്ങളൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു. എന്നിരുന്നാലും സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണം ഉറപ്പാക്കാൻ എല്ലാ സ്റ്റാൻഡേർഡ് നടപടിക്രമങ്ങളും പാലിക്കുന്നുണ്ടെന്നും അവർ ഊന്നിപ്പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച നടന്ന ഫാക്ടറി തൊഴിലാളികളുടെ പ്രതിഷേധത്തിന് മുന്നോടിയായി ആസൂത്രിതമായ ആക്രമണത്തിനും വലിയ തോതിലുള്ള തീപിടുത്തത്തിനും പ്രേരിപ്പിച്ചതിന് 3ാമത്തെ പ്രതിയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തതായി നോയിഡ പോലീസ് മേധാവി വ്യാഴാഴ്ച പറഞ്ഞു. പാകിസ്ഥാനിൽ നിന്ന് പ്രവർത്തിക്കുന്ന 2 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കെതിരെയും അന്വേഷണ ഉദ്യോഗസ്ഥർ കേസെടുത്തിട്ടുണ്ട്. അവർക്കെതിരെ ദേശീയ സുരക്ഷാ നിയമം ചുമത്തുമെന്നും പോലീസ് വ്യക്തമാക്കി. ബംഗാൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ബോംബുകൾ സ്ഥാപിക്കാനും അന്വേഷണത്തിനായി NIA കൊണ്ടുവരാനും BJP പദ്ധതിയിടുന്നുവെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഒരു തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആരോപിച്ചു. ഒരു പതിറ്റാണ്ടിലേറെയായി കേന്ദ്രത്തിൽ കോൺഗ്രസ് പാർട്ടി അധികാരത്തിന് പുറത്തായതിന്റെ ദുഃഖം കോൺഗ്രസിന്റെ മനസ്സിനെ വളരെയധികം ബാധിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ മോദി സർക്കാരിനെതിരെ ജൻസി പ്രതിഷേധങ്ങൾ ആളിക്കത്തിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് നോയിഡ ശൈലിയിലുള്ള അശാന്തിയായി വിപ്ലവത്തിനായി കോൺഗ്രസ് പ്രതീക്ഷയർപ്പിക്കുന്നു. നോയിഡയിലെ അക്രമത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച കോൺഗ്രസ് പാർട്ടി ഇന്ത്യ കുറഞ്ഞത് ഇളകി തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതൊരു സ്വപ്നം സാക്ഷാത്കരിച്ച നിമിഷം പോലെ നോയിഡയിലെ തൊഴിലാളി അക്രമത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥയുമായി ബന്ധപ്പെടുത്തി
മോദി സർക്കാരിന്റെ കീഴിലുള്ള ചൂഷണം, പണപ്പെരുപ്പം, അടിച്ചമർത്തൽ എന്നിവയ്ക്കെതിരായ വിശാലമായ പൊതു ഉണർവിന്റെ തുടക്കമാണെന്നും കോൺഗ്രസ് പറഞ്ഞു. മാർച്ച് 16 നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ക്രോസ് വോട്ട് ചെയ്തതിന് ഏപ്രിൽ 16 വ്യാഴാഴ്ച ഹരിയാനയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ 5 MLA-മാരെ സസ്പെൻഡ് ചെയ്തു. പാർട്ടി അച്ചടക്ക നടപടി സമിതിയുടെ റിപ്പോർട്ട് അംഗീകരിച്ചതിനെ തുടർന്നാണ് നടപടി സ്വീകരിച്ചതെന്ന് സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് റാവു നരേന്ദർ സിംഗ് സ്ഥിരീകരിച്ചു. ആണവായുധം ഉണ്ടാക്കില്ലെന്ന് ഇറാൻ ഉറപ്പ് നൽകിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം കൈമാറാൻ ഇറാൻ തയ്യാറാണെന്ന് അറിയിച്ചതായും ട്രംപ് അവകാശപ്പെട്ടു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാർ ഉടൻ ഉണ്ടാകുമെന്നും അമേരിക്കയും ഇറാനും തമ്മിലുള്ള 2ാം ഘട്ട ചർച്ച ഈ ആഴ്ച തന്നെ നടക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചിരിക്കുന്ന US യുദ്ധക്കപ്പലുകളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടാകുമെന്ന ആശങ്ക ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം സൈനികർ പരിമിതമായ ഭാഗങ്ങളും ഭക്ഷണത്തിന്റെ ഗുണനിലവാരവും കുറയുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നു. USS ട്രിപ്പോളിയിൽ സേവനമനുഷ്ഠിക്കുന്ന മറൈൻ ജീവനക്കാരിയായ ഡാൻ എഫ് ഒരു ഫോട്ടോ കണ്ടപ്പോൾ താൻ പരിഭ്രാന്തരായി എന്ന് പറഞ്ഞു. 2/3 ഭാഗവും ഒഴിഞ്ഞ ഒരു ലഞ്ച് ട്രേയിൽ ഒരു ചെറിയ സ്കൂപ്പ് മാംസവും മടക്കിയ ടോട്ടലയും ഉണ്ടായിരുന്നു, അദ്ദേഹം USS ടുഡേയോട് പറഞ്ഞതായാണ് റിപ്പോർട്ട്. USS എബ്രഹാം ലിങ്കണിൽ നിന്നുള്ള മറ്റൊരു ചിത്രത്തിൽ ഒരു ചെറിയ പിടി വേവിച്ച കാരറ്റ്, ഒരു ഉണങ്ങിയ ഇറച്ചി പാറ്റി, ഒരു ചാര നിറത്തിലുള്ള സംസ്കരിച്ച മാംസം എന്നിവയും ഉണ്ടായിരുന്നുള്ളൂ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാർ ഇസ്ലാമാബാദിൽ അന്തിമമായാൽ പാകിസ്ഥാൻ സന്ദർശിക്കുന്നതിനെക്കുറിച്ച് പരിഗണിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാഴാഴ്ച പറഞ്ഞു. ബലൂചിസ്ഥാനിൽ പഞ്ച്ഗുർ ജില്ലയിൽ നിന്ന് നിർബന്ധിത തിരോധാനങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ ആരോപണങ്ങൾ ഉയർന്നുവരുന്നു. രാത്രി വൈകി നടത്തിയ റെയ്ഡിനിടെ 3 സഹോദരന്മാരെ ഉൾപ്പെടെ 6 പേരെ കസ്റ്റഡിയിലെടുത്തതായി റിപ്പോർട്ടുണ്ട്. ബലൂചിസ്ഥാൻ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്ന പോലെ പ്രവിശ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ പ്രശ്നങ്ങളിലേക്ക് ഈ സംഭവം വീണ്ടും ശ്രദ്ധ ക്ഷണിച്ചു. പ്രദേശത്ത് പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ വീടുകളിൽ പരിശോധന നടത്തിയതായി വൃത്തങ്ങൾ അറിയിച്ചു. ഓപ്പറേഷനിൽ 6 പേരെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അജ്ഞാത സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.